നിൻ മുഖത്തു വിരിയുന്ന പ്രകാശം നിന്നെ സംതൃപ്തയാക്കുന്ന ഇടങ്ങളിലെത്തിക്കുന്നു. പ്രൗഢമായ ബന്ധങ്ങൾ, പ്രൗഢമായ പൊന്നിനൊപ്പം. ജനതാ ജ്വല്ലറി, വടക്കാഞ്ചേരി, ഓട്ടുപാറ, ചേലക്കര, പഴയന്നൂർ, തിരുവല്ലാമല ആൻഡ് കുവൈറ്റ്. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള മായന്നൂർ ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണ ഭാഗമായി ഓഗസ്റ്റ് 9 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ഗജപൂജ, ആനയൂട്ട് എന്നിവ നടക്കും. കാലത്ത് ക്ഷേത്രാങ്കണത്തിൽ ശ്രീജിത്ത് മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളവും അരങ്ങേറും. ഞായറാഴ്ച രാവിലെ 5 മണിക്ക് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം നടക്കും. തുടർന്ന് 8:30 ആനയൂട്ടും 9 മണിക്ക് പ്രസാദ വിതരണവും ഉണ്ടായിരിക്കും. മായന്നൂർ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി ഞായറാഴ്ച ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകളെക്കുറിച്ച് സമിതി ഭാരവാഹികളായ സുരേഷ് കണ്ടംചിറക്കൽ, പ്രവീൺ മുല്ലപ്പിള്ളി തുടങ്ങിയവർ വിശദീകരിച്ചു. മായന്നൂർക്കാവ് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും ഈ വരുന്ന ഞായറാഴ്ച, അതായത് 2026 ഓഗസ്റ്റ് 9 കർക്കടം 24-ാം തീയതി കൊണ്ടാടുകയാണ്. എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യം മായന്നൂർക്കാവിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുകയാണ്. കാലത്ത് 4:30 അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ആരംഭിച്ച് 7 മണിയോടുകൂടി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം അവസാനിക്കുന്നതാണ്. ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും മായന്നൂർക്കാവ് ക്ഷേത്രം അഗ്രശാലയിൽ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. 8:30 ആനയൂട്ട് ആരംഭിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വാഹനമുള്ളതുപോലെ ഭഗവതിക്ക് സഞ്ചരിക്കാവുന്ന പ്രധാന വാഹനമാണ് ആന. ആ ആനയെ ആദരിക്കുന്നൊരു ചടങ്ങ് കൂടിയാണ്, സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഒരു ചടങ്ങാണ് ആനയൂട്ട്. ആനയ്ക്ക് ഭക്ഷണം കൊടുക്കുക എന്ന ഒരു പ്രധാന ചടങ്ങ് ആണ് ഈ ആനയൂട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു ഭാരവാഹികളായ KL രാജൻ, രാമദാസ്, സുരേഷ് കുമാർ പുതുക്കുടി, മുരളീദാസ്, ഹരീന്ദ്രനാഥ്, മുരളി വടക്കേപ്പാറമേൽ എന്നിവരും സന്നിഹിതരായിരുന്നു. മായന്നൂർക്കാവ് ക്ഷേത്രത്തിൽ കർക്കിടകം 24 ഞായറാഴ്ച കാലത്ത് മഹാഗണപതി ഹോമം, ആനയൂട്ട്, ഗജപൂജ, പ്രസാദഊട്ട് എന്നിവ വളരെ വിപുലമായി കൊണ്ടാടുകയാണ്. ഇത് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് ഈ ചടങ്ങുകളെല്ലാം നടക്കുന്നത്. ഈ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കുന്നത് ബ്രഹ്മശ്രീ മുണ്ടനാട്ട് മനക്കിൽ ശങ്കരൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി പ്രവീൺ എമ്പ്രാന്തിരിയുടെയും നേതൃത്വത്തിലാണ്. ഈ ചടങ്ങിനോടനുബന്ധിച്ച് ആനയൂട്ടിനോടനുബന്ധിച്ച് ശ്രീജിത്ത് മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരിമേളം നടക്കുന്നതാണ്. എല്ലാ ഭക്തജനങ്ങളെയും മായന്നൂർക്കാവ് ക്ഷേത്രാങ്കണത്തിലേക്ക് സവിനയം സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ കർക്കിടക മാസത്തിലെ ഈ ഉത്സവത്തിന് ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഈ അമ്മയുടെ മക്കൾ പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പോൾ അവരെല്ലാം ഫോണിൽ വിളിച്ചിട്ട് പറയും ഞങ്ങൾക്കൊന്നും എത്താൻ സാധിക്കുന്നില്ല. എന്നിരുന്നാലും അവരെയും കൂടി അയൽദേശത്തുള്ള എല്ലാവരെയും ഈ സന്നിധിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നന്ദി, നമസ്കാരം. CCV ന്യൂസ്, കൊണ്ടാഴി. ക്ലാസിക് ഫാഷൻ ഇമിറ്റേഷൻ ജ്വല്ലറി, കനറ ബാങ്കിന് എതിർവശം, ചേലക്കര.